ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്താ അഖില ഇത്, എന്താ ഇവിടെ? കണ്ടില്ലേ കൃഷ്ണേട്ട, ഒരു ജന്മം ഒരു പിടിച്ചാരമായി മാറിയത്. എന്നോട് പ്രതികാരം വീട്ടാൻ വന്ന ഒരു മനുഷ്യജന്മമാണ് ഇങ്ങനെ ഇല്ലാതായി തീർന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച വ്യക്തിയാണെങ്കിലും എനിക്കിവരോട് അല്പം ആർദ്രത ഉണ്ട്, കാരുണ്യം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്നോട് ശത്രുതയും പ്രതികാരവും തോന്നാൻ തക്കതായ ഒരു കാരണം ഉണ്ട്. അതിനുത്തരവാദി ഞാനല്ലെങ്കിൽ കൂടി. ശപിക്കപ്പെട്ട ജന്മം കിട്ടിയതിന്റെ പ്രതികാരം, അംഗീകരിക്കാത്ത പിതൃത്വത്തോടുള്ള അമർഷം, ഒടുങ്ങാത്ത പക. അതിനാൽ ജീവിച്ചിരിക്കുന്ന എന്നെ വേട്ടയാടാൻ അവൾ വന്നു. പരാജിതയായി പരലോകത്തേക്ക് മടങ്ങി. എന്റെ അച്ഛന് സംഭവിച്ച ഒരു പാപത്തിന്റെ സന്തതി, ബലിമൃഗം. എന്നാൽ ആര് തെറ്റ് ചെയ്താലും അത് അനന്തര തലമുറയ്ക്കുമേൽ വന്നു പതിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നത് എത്ര സത്യം? ശിവരാമകൃഷ്ണൻ പറയുകയാണ്, അഖില, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നീ മരിച്ചിട്ടില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിനൊന്നും നീ ഉത്തരവാദിയോ തെറ്റുകാരിയോ അല്ലല്ലോ. അഖില പറയുകയാണ്, ഞാൻ ഈ ചിതാഭസ്മത്തിലേക്ക് നോക്കി നിന്ന് കരഞ്ഞത് അതുകൊണ്ടൊന്നും അല്ല കൃഷ്ണേട്ട. കൃഷ്ണേട്ടനെ കുറിച്ച് ഓർത്തിട്ടാണ്. രാജരാജേശ്വരി ഞാനാണെന്ന് എല്ലാവരും വിശ്വസിച്ചു, കൃഷ്ണേട്ടൻ പോലും. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അഖില അല്ല മരിച്ചത് എന്ന് വിശ്വസിച്ച ഒരേ ഒരു ആളെ ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നുള്ളൂ, എന്റെ കൃഷ്ണേട്ടൻ എന്ന് കരഞ്ഞുകൊണ്ട് അതിസ്നേഹത്തോടെ പറയുകയാണ് അഖില. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, അഖില, എന്നെ ഈ ഭൂമിയിൽ തനിച്ചാക്കി വിട്ടിട്ട് നിനക്ക് അങ്ങനെ കടന്നുപോകാൻ പറ്റുമോ? നീയും ഞാനും എന്ന സത്യത്തിൽ നിന്ന് ഞാൻ മാത്രമാകാൻ നിന്റെ ദൈവം സമ്മതിക്കുമോ? കൃഷ്ണേട്ടന്റെ നിഷ്കളങ്കമായ ഈ മനസ്സിന് ദൈവം തന്ന പാരിതോഷികമാണ് എന്റെ ഈ ബാക്കിയുള്ള ജന്മം. ഇല്ലെങ്കിൽ അവരെന്നെ കൊന്നുകളയുമായിരുന്നു. എന്നെ കാണാതായ അന്നു മുതൽ കൃഷ്ണേട്ടന്റെ അനന്തരമായ പ്രാർത്ഥനകളുടെ പുണ്യമാണ് ബാക്കിയായ എന്റെ ജീവൻ. മാനസികമായ വിഭ്രാന്തിയിൽ പോലും കൃഷ്ണേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ വരുമെന്ന്. ഞാൻ വന്നു. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഏതോ ചില സ്വപ്നങ്ങൾ കണ്ടുണർന്ന ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. നീ വന്നു കയറിയത് മുതലുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ഉടലില്ലാത്ത ഒരു ആത്മാവ് അലയുന്ന സ്ഥലമാണിത്. ഇവിടെ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് അഖിലയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ശിവരാമകൃഷ്ണൻ. അകത്തെത്തിയ അഖിലയോട് ശിവരാമകൃഷ്ണൻ പറയുകയാണ്, അഖില, എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നീ അത് കേൾക്കണം. പറയൂ കൃഷ്ണേട്ട. കല്യാണിയുടെ കാര്യമാണ്. അത് കേട്ട് പെട്ടെന്ന് മുഖം തിരിക്കുകയാണ് അഖില. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, അവൾ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ ഭാര്യയാണ്. ആനന്ദ് ആത്മാർത്ഥമായി അണിയിച്ച പവിത്രമായ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. വിവാഹം ദൈവനിശ്ചയപ്രകാരം മാത്രമേ നടക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് യാതൊരു സംശയവും വേണ്ട. ഉദാഹരണം നീയും ഞാനും എന്ന് പറയുകയാണ് ശിവരാമകൃഷ്ണൻ. അത് കേട്ട് ദേഷ്യത്തോടെ ശിവരാമകൃഷ്ണനെ നോക്കുകയാണ് അഖില. ശിവരാമകൃഷ്ണൻ തുടരുകയാണ്, അപ്പോൾ കല്യാണി അവഗണിക്കുന്നത് ദൈവത്തിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. നിന്റെ ഈ കണ്ണുകളിലുള്ള നിശ്ചയദാർഢ്യം ഞാനിപ്പോൾ കല്യാണിയുടെ കണ്ണുകളിലും കാണുന്നു. അഖിലാണ്ടേശ്വരിക്ക് ശിവരാമകൃഷ്ണൻ എങ്ങനെയാണോ അതുപോലെയാണ് കല്യാണിക്ക് ആനന്ദകൃഷ്ണനും. അത് മറന്നു കളയരുത്, ദൈവകോപം ഉണ്ടാകും. സീതയെയും ശീലാവതിയെയും പോലെ ഭർത്താവിനെ സ്നേഹിച്ചും പരിപാലിച്ചും ജീവിക്കാൻ ജന്മമെടുത്തവൾ, യഥാർത്ഥ സഹധർമ്മിണി. അതാണ് കല്യാണി. അതുകൊണ്ട് നീ ഒരിക്കലും അവളെ അവഗണിക്കരുത്. ഇതെന്റെ അപേക്ഷയാണ്. ഒന്നും മിണ്ടാതെ അഖിലാണ്ടേശ്വരി വരുമെന്നും പറഞ്ഞ് ശിവരാമകൃഷ്ണനെയും കൂട്ടി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്തേക്ക് ഒരു അച്ഛനും മകളും എത്തുകയാണ്. അച്ഛൻ മകളോട് പറയുകയാണ്, മോളെ, ആ ബെല്ലൊന്നടിക്ക്. അപ്പോഴേക്കും പുറത്തുനിന്ന് മുറ്റത്തേക്ക് വരികയാണ് ശിവരാമകൃഷ്ണനും അഖിലാണ്ടേശ്വരിയും. മകൾ പറയുന്നുണ്ട്, അച്ഛ, ദേ വരുന്നു. രണ്ടുപേരും ശിവരാമകൃഷ്ണനും അഖിലാണ്ടേശ്വരിക്കും നമസ്കാരം പറയുകയാണ്. അഖില ചോദിക്കുകയാണ്, ആരാ, എന്തു വേണം? അച്ഛൻ പറയുകയാണ്, ഞങ്ങളിവിടെ അടുത്തുള്ളവരാണ്. രാത്രി വന്ന് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. പകൽ തിരക്കായിരിക്കും എന്നറിയാവുന്നത് കൊണ്ടാണ് രാത്രി വന്നത്. അഖില പറയുകയാണ്, സാരമില്ല, വന്ന കാര്യം പറയൂ, എന്തു പറ്റി? മാഡം, ഞങ്ങളൊരു സഹായം ചോദിച്ചു വന്നതാണ്. അഖില ചോദിക്കുകയാണ്, എന്ത് സഹായം? നേരം ശിവരാമകൃഷ്ണൻ പറയുകയാണ്, എന്തിനാ വിഷമിക്കുന്നത്, തുറന്നു പറയൂ. മകളെ ചൂണ്ടി പറയുകയാണ്, ഇത് എന്റെ മകളാണ്. ഇവൾക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത്. അഖില ചോദിക്കുകയാണ്, എന്താ നിന്റെ പേര്? ആ കുട്ടി പറയുകയാണ്, ഗായത്രി. എത്ര വരെ പഠിച്ചു? ബികോം പാസ്സായതാണ്. ബികോം എന്ന് എടുത്തു ചോദിക്കുകയാണ് അഖിലാണ്ടേശ്വരി. ആ അച്ഛൻ പറയുകയാണ്, അവിചാരിതമായി ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഇവളുടെ അമ്മ ഒരു വശം തളർന്ന് കിടപ്പിലായി പോയി. അതിനു മുൻപേ തന്നെ ഇവളുടെ കല്യാണം നിശ്ചയിച്ചുറപ്പിച്ച് മുഹൂർത്തവും കുറിപ്പിച്ചതാണ്. പക്ഷേ ആ കല്യാണത്തിന് വേണ്ടി സ്വരൂപിച്ചു വെച്ച കാശെടുത്താണ് ഭാര്യയെ ചികിത്സിച്ചത്. ചികിത്സ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാഡം. പക്ഷേ മാറ്റമൊന്നും ഇല്ല. എല്ലാം കൊണ്ടും ആകെ തകർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിലാണ് ഞാൻ മാഡത്തെക്കുറിച്ച് ഓർത്തത്. അഖില ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവൾക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി കൊടുത്തിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അടുക്കള പണിയൊക്കെ നന്നായി ചെയ്യാൻ അറിയാം.
മാഡം ഒന്ന് സഹായിക്കണം. അഖില പറയുകയാണ്, ബികോം വരെ പഠിച്ച പെൺകുട്ടി അടുക്കളപ്പണി ചെയ്യാനോ? അതൊന്നും വേണ്ട. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മറ്റൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ് മാഡം. അഖില പറയുകയാണ്, ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതൊക്കെ പതുക്കെ ചിന്തിക്കാം. ഇവളുടെ കല്യാണം എന്നത്തേക്കാണ് തീരുമാനിച്ചിരുന്നത്? വരുന്ന മാസം 9-ാം തീയതി ആയിരുന്നു. അതിനി ഉപേക്ഷിക്കാനേ കഴിയൂ. ഇവൾക്ക് കല്യാണത്തിനുള്ള സമയം ആയിട്ടില്ല എന്ന് വിശ്വസിക്കാം. അഖില ചോദിക്കുകയാണ്, എന്താ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിവാഹാലോചന മാറിപ്പോയോ? അതൊന്നുമല്ല, വിവാഹം നടത്തണമെങ്കിൽ പൊന്നും പണവും വേണ്ടേ? എന്ത് ചെയ്യും? മുങ്ങിത്തപ്പിയാൽ 1 രൂപ എടുക്കാനില്ല. പെട്ടെന്ന് അഖില പറയുകയാണ്, അതോർത്ത് വിഷമിക്കേണ്ട, പൊന്നും പണവും ഞങ്ങൾ തരാം. അതിസന്തോഷത്തോടെ ശബ്ദം പുറത്തു വരാതെ അച്ഛൻ വിളിക്കുകയാണ്, മാഡം. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ആദ്യം നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കോളൂ. അതിനാവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും അഖില ചെയ്തു തരും. അഖില പറയുകയാണ്, ആദ്യം കല്യാണം നടക്കട്ടെ, അതിനുശേഷം ജോലിയുടെ കാര്യം നമുക്ക് ചെയ്യാം. നിങ്ങളിപ്പോ പൊയ്ക്കോ, ചെറുക്കന്റെ വീട്ടുകാരെ ഉടനെ അറിയിക്കണം. എല്ലാം മംഗളമാകും. തൊഴുത് അഖിലയുടെ അനുഗ്രഹം മേടിക്കുകയാണ് ആ കുട്ടി. നന്നായി വരട്ടെ എന്ന് അഖില പറയുന്നുണ്ട്. രാമകൃഷ്ണന്റെയും അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. ചോദിക്കുകയാണ്, വിവാഹം നിശ്ചയിച്ച തീയതി എന്നാണെന്നാണ് പറഞ്ഞത്? അടുത്ത മാസം 9-ാം തീയതി. ശരി, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ് അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനും. പാവം എന്ന് പറഞ്ഞ് അഖില അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നിൽക്കുന്ന കല്യാണിയെയാണ്. അന്നേരം അവിടേക്ക് വിലാസിനി വരികയാണ്. വിലാസിനിയെ കണ്ട കല്യാണി പറയുകയാണ്, ഗുഡ് മോർണിംഗ് മാഡം. വിലാസിനി പറയുകയാണ്, എനിക്കിതത്ര ഗുഡ് മോർണിംഗ് ആയിട്ട് തോന്നുന്നില്ല. വേണ്ട, പക്ഷെ എനിക്കിത് നല്ല പ്രഭാതം തന്നെയാണ്. വിലാസിനി പറയുകയാണ്, പഴയതുപോലെ പിന്നെയും നീ ഇവിടെ കേറിപ്പറ്റി അല്ലേ? അന്ന് ആനന്ദിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് നീ ഇവിടെ വന്നത്. ഇന്നു മുതൽ എന്തിനെയാണ് നീ ഉന്നം വയ്ക്കുന്നത്? പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ കൂളായിട്ട് കല്യാണി പെരുമാറുകയാണ്. കല്യാണി ചോദിക്കുകയാണ്, മേഡത്തിന്റെ രാവിലെ എന്താണ് വേണ്ടത്? ദേ നല്ല ചൂട് ചായ എടുക്കട്ടെ. കൈയടിച്ചുകൊണ്ട് വിലാസിനി പറയുകയാണ്, കൊള്ളാം, എന്നെ പരിചരിച്ച് എന്നെ മയക്കിയെടുക്കാനുള്ള ഭാവമാണോ നിന്റേത്? ആണെങ്കിൽ അത് കയ്യിലിരിക്കട്ടെ. എനിക്ക് നിന്റെ ചായയും കാപ്പിയും ഒന്നും തൽക്കാലം വേണ്ട. ദേ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താ നിന്റെ ഉദ്ദേശം? തിരിച്ചുകൊണ്ട് കല്യാണി ചോദിക്കുകയാണ്, എന്തിനാ മാഡം ഇത്ര ദേഷ്യം? ദേ ചായ റെഡിയാവുന്നുണ്ട്, ഇഡ്ഡലിയും ചട്നിയും റെഡിയായിട്ടുണ്ട്. അതൊക്കെ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് ഒരു തെറ്റാണോ? ഇതൊക്കെ ഒരു അടുക്കളക്കാരി ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ? അതോ ഇനി ഇതിനു മുമ്പ് മാഡത്തിനോട് ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ലേ? ഇതൊന്നും രസിക്കാതെ വിലാസിനി ചോദിക്കുകയാണ്, നീ എന്താടി എന്നെ കളിയാക്കുവാണോ? ദേ നിന്റെ പരിഹാസം ഈ തൃച്ചംബരത്തെ വിലാസിനിയോട് വേണ്ട. എന്നെ പരിഹസിച്ചപ്പോഴൊക്കെ നീ അനുഭവിച്ചിട്ടും ഉണ്ട്. ഇനി എന്നെ അതൊന്നും ചെയ്യാൻ പ്രേരിപ്പിക്കാതെ ഇരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. വീണ്ടും ചിരിച്ചുകൊണ്ട് കല്യാണി ചോദിക്കുകയാണ്, എന്റെ പൊന്നു മാഡം, മാഡം എന്താ ഇങ്ങനെ? ഞാൻ മാഡത്തിനെ പരിഹസിച്ചിട്ടൊന്നും ഇല്ല. അല്ലെങ്കിൽ തന്നെ മേഡത്തിനെ പരിഹസിക്കാൻ ഞാൻ ആരാ? പെട്ടെന്ന് ഭാവം മാറി കല്യാണി പറയുകയാണ്, പിന്നെ പണ്ട് അനുഭവിച്ച പോലൊന്നും ഇനി അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. വിലാസിനി പറയുകയാണ്, എടി പണ്ട് നീ തൃച്ചംബരത്ത് വിലസിയപ്പോൾ എപ്പോഴും അഖിലേച്ചിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ല. ഇന്ന് നീ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മുഖ്യ ശത്രുവാണ്. അതോർക്കുന്നത് നല്ലതാണ്. ഇനി ചേച്ചിയുടെ ശത്രു എന്റെയും കൂടി ശത്രുവാണ്. ദേ ഇന്ന് ഞാൻ ചേച്ചിയോട് നിന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും ചേച്ചി അത് കേൾക്കും, വിശ്വസിക്കും. ഈ അഹങ്കാരത്തിന് ഇവിടെ അധികം ആയുസ്സൊന്നും ഇല്ല. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്ത് യോഗ്യതയാടി നിനക്കതിന് ഉള്ളത്? അവൾ യോഗ്യതാ പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്നു. നിന്നെ ഇവിടെന്ന് വീണ്ടും അഖിലേച്ചി അടിച്ചു പുറത്താക്കുന്നത് കാണാനാണ് ഈ വിലാസിനി ഇരിക്കുന്നത്. അതൊരു പക്ഷേ ഇന്നു തന്നെ നടക്കും. അതിനുള്ള കളമൊക്കെ ഈ വിലാസിനി ഒരുക്കും. പെട്ടെന്ന് കഴുത്തിൽ കിടന്ന താലിയെടുത്ത് പൊക്കിക്കാട്ടി കല്യാണി പറയുകയാണ്, ദേ ഇതു മതി എന്റെ അംഗീകാരത്തിനുള്ള യോഗ്യത. അഖില മാഡം എന്നെ അടിച്ചു പുറത്താകട്ടെ, അപ്പോൾ ഞാൻ പൊയ്ക്കോളാം. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. പിന്നീട് ചായ ട്രേ എടുത്തിട്ട് കല്യാണി പറയാണ്, ഇപ്പോ മാഡത്തിന് എന്താ ആഹാരം വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിത്തരാം. ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ദേ ഇപ്പോൾ എന്റെ ഭർത്താവിന് ചായ കൊടുക്കാൻ നേരമായി, ഞാൻ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ കല്യാണി ചായയുമായി പോവുകയാണ്. ദേഷ്യത്തോടെ വിലാസിനി അടുക്കളയിൽ തന്നെ നിൽക്കുകയാണ്. ചായയുമായി കല്യാണി ആനന്ദിന്റെ മുറിയിൽ എത്തുകയാണ്. എന്നിട്ട് ആനന്ദിനോട് ചോദിക്കുകയാണ് സന്തോഷത്തോടെ, എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. മോർണിംഗ് എന്ന് ആനന്ദ് പറയുന്നുണ്ട്. എന്നിട്ട് കല്യാണി ആനന്ദ് നേരെ ചായ നീട്ടുകയാണ്. ദാ ചായ. എന്നിട്ട് അതിൽ നിന്നും ഒരു ചായ കല്യാണിയും എടുത്ത് കുടിക്കുകയാണ്. സന്തോഷിച്ച് ചിരിച്ചു നിൽക്കുന്ന കല്യാണിയോട് ആനന്ദ് പറയുകയാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ മനസ്സിലാകാത്തത്? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശമോ? എന്താ നിന്റെ ലക്ഷ്യമെന്ന് കല്യാണി പറയാണ്. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച ലക്ഷ്യമൊന്നും ഇല്ല. എനിക്ക് ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ ഭർത്താവിനോടൊപ്പം മരണം വരെ ജീവിക്കണം. ആ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷവും സങ്കടവും ഒക്കെ അനുഭവിക്കാൻ ഞാൻ തയ്യാറും ആണ്. എന്റെ ഭർത്താവിന്റെ അഭിമാനത്തിനും സന്തോഷത്തിനും എതിരായി ഞാനൊന്നും ചെയ്യില്ല. നല്ലൊരു ഭാര്യയായി നല്ലൊരു കുടുംബിനിയായി എനിക്ക് ജീവിക്കണം. എന്നിട്ട് ആനന്ദിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്നിട്ട് പറയുകയാണ്, ഭർത്താവിനെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞു തുടങ്ങണം. ആനന്ദ് പറയുകയാണ്, അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈറൻ മാറി നല്ല വേഷങ്ങൾ അണിഞ്ഞ് നെറ്റിയിൽ ചന്ദനക്കുറിയും സീമന്തരേഖയിൽ സിന്ദൂരവും ചുണ്ടിൽ പുഞ്ചിരിയുമായി ഭർത്താവിന് ചായയുമായി വന്നിരിക്കുന്നു. ഇന്നലെ വരെയുള്ള നല്ലതല്ലാത്ത എല്ലാ കാര്യങ്ങളും
നീ മറന്നിരിക്കുന്നു. അകാരണമായി നിന്നെ വേദനിപ്പിച്ച എന്നെ നല്ല വാക്കുകൾ കൊണ്ട് നീ സന്തോഷിപ്പിക്കുന്നു. നീ വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കല്യാണി. കല്യാണി ചോദിക്കുകയാണ്, എന്താ വലിയ കുഞ്ഞെ ഇതൊക്കെ? ആനന്ദ് പറയുകയാണ്, അതേ കല്യാണി, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. തെറ്റുപറ്റിയതിന് നീ എന്റെ അമ്മയോട് കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു. അത് നിന്റെ വലിയ മനസ്സ്. രണ്ടാമത്, നീ ചെയ്തത് മനഃപൂർവ്വം തെറ്റുകളായിരുന്നെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചു. അതും നിന്റെ മനസ്സിന്റെ വിശാലത. മൂന്നാമത്, നീ തീരുമാനിച്ച കാര്യമാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ നിനക്ക് യോഗ്യതയില്ല എന്ന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ നീ ആ വെല്ലുവിളി ഏറ്റെടുത്തു. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുമെന്ന് നീ ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു. അതിന് അടുക്കളക്കാരിയെങ്കിൽ അടുക്കളക്കാരി. ഒരർത്ഥത്തിൽ യുദ്ധമായി മാറിയേക്കാവുന്ന മത്സരമാണിത്. ഈ മത്സരക്കളരിയിൽ നിനക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും ചെയ്തു തരാൻ നിന്റെ ഈ വലിയ കുഞ്ഞ് കൂടെ ഉണ്ടാവും. സത്യമെന്ന് ചോദിക്കുകയാണ് കല്യാണി. അതേ എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആനന്ദ്. വീണ്ടും സംശയത്തോടെ കല്യാണി ചോദിക്കുകയാണ്, അതോ അമ്മയുടെയും അച്ഛന്റെയും മുഖം കറുക്കുമ്പോൾ ഞാൻ വീണ്ടും തെറ്റുകാരിയാകുമോ? ഒരിക്കലുമില്ല. നിന്നെ തെറ്റിദ്ധരിക്കേണ്ടി വന്ന എന്നെക്കുറിച്ച് എനിക്കിപ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. എന്നോടുള്ള ആ വെറുപ്പ് കൂടിക്കൂടി വരുമ്പോൾ നിന്നോടുള്ള എന്റെ സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. എന്താ പറയുക, അത് ബഹുമാനമായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കല്യാണിയെ ചേർത്ത് പിടിച്ച് ആനന്ദ് പറയുകയാണ്, മനസ്സിന്റെ പിരിമുറുക്കം സഹിക്കാൻ വയ്യാതെ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടായിരിക്കാം എനിക്കെന്റെ ചെമ്പരത്തിയോടുള്ള പ്രണയം ഓരോ നിമിഷവും കൂടിക്കൊണ്ടേയിരിക്കുന്നത്. സ്നേഹത്തോടെ കല്യാണിയെ മാറോട് ചേർക്കുകയാണ് ആനന്ദ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.